സ്കൂളിൽ പോകാൻ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഒരു മടിച്ചിക്കുട്ടിയുടെ കഥ കേട്ടാലോ എന്ന്. എനിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഒരു ചുള്ളിക്കമ്പുമായിട്ട് അമ്മയുടെ അകമ്പടി വേണമായിരുന്നു പണ്ട്. പിന്നീട് വലുതായപ്പോൾ ചുള്ളിക്കമ്പെന്നത് ചൂരലിലേക്ക് പരിണാമം പ്രാപിച്ചു. രാവിലെ കരഞ്ഞും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണ എന്നെ ഈ വടി എടുത്തിട്ടാണ് അമ്മ സ്കൂളിലേക്ക് എത്തിക്കുക. എന്നിട്ട് ഞാനാണെങ്കിലോ ക്ലാസ്സിൻ്റെ ഉള്ളിലിരിക്കില്ല, ആ ഉമ്മറപ്പടിയിൽ ഒരു കാലം അകത്തേക്കും ഒരു കാലം പുറത്തേക്ക് ഇട്ടിരിക്കും. ഇറങ്ങി ഓടാനൊരു ഗ്യാപ്പ് കിട്ടിയാൽ അതിന് വേണ്ടിയിട്ട്. അമ്മ വടിയെടുത്തിട്ട് പിന്നാലെ വരുമെങ്കിലും പോണ വഴിയൊക്കെ ഞാൻ റോട്ടിലിരിക്കും. ബസ് കയറി ചത്തോട്ടെ, എന്നാലും ഞാൻ സ്കൂളിൽ പോയില്ല എന്നും പറഞ്ഞുകൊണ്ട്. സ്കൂളിൽ ചെന്നാൽ എൻ്റെ മുദ്രാവാക്യം മാറും. എന്നെ ഏതെങ്കിലും വണ്ടിയുടെ ചോട്ടിക്ക് വലിച്ചെറിഞ്ഞോളിയേ, എന്നാലും ഞാൻ ഇവിടെ ഇരിക്കില്ലേ എന്നാവും അത്. അല്ലെങ്കിൽ എന്നെ പന്നിക്കൂട്ടിക്ക് വലിച്ചെറിഞ്ഞോളിയേ, പന്നിയോളി തന്നോട്ടെ, എന്നാലും ഞാൻ ഇവിടെ ഇരിക്കില്ലേ എന്നാവും. അച്ഛൻ്റെ തറവാട്ടിൽ ആ സമയത്ത് പന്നി വളർത്തലുണ്ടായിരുന്നു. അതെന്നാണ് ഈ ഡയലോഗ് വന്നത് കേട്ടോ. ഞാൻ KG പഠിക്കുമ്പോൾ ചേച്ചി 1ാം ക്ലാസ്സിലാണ്. പിന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയോടി അവളുടെ ക്ലാസ്സിൽ പോയിരുന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരയും. പുള്ളിക്കാരിക്ക് മടിയൊന്നുമില്ലെങ്കിലും ഞാൻ കരയുമ്പോൾ ആളെനിക്ക് കമ്പനിക്ക് കൂടെ കരയുകയും ചെയ്യും. സംഭവം പഠിക്കാനായിരുന്നേക്ക് മടി, സ്കൂളിൽ പോകാനായിരുന്നു. ഇന്നത്തെ പോലെ ഹോം സ്കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സീൻ ഒഴിവാക്കായിരുന്നു. എൻ്റെ മടിയുടെ 2ാം ഭാഗം അടുത്തൊരു റെസിപ്പിയും കൊണ്ട് വരുമ്പോൾ ഞാൻ പറയാവേ. അപ്പോൾ ഒന്ന് പിന്നെ കാണാം.